ഹലോ. ഇത് ഒരു ബാറ്റ്മാൻ തീംഡ് കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ബാറ്റ്മാൻ്റെ എന്താ പറയുക മാസ്ക് അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഫോണ്ടൻ്റ് വെച്ചിട്ട്. ഞാൻ യൂഷ്വലി ഇങ്ങനെ എല്ലാ ഫോണ്ടൻറ്റിൻ്റെയും കട്ടേഴ്സ് വാങ്ങി സൂക്ഷിക്കാറില്ല. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചില തീമുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മാത്രം വാങ്ങും. ആൻഡ് ബാക്കിയൊക്കെ ഞാനിങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് ടെംപ്ലേറ്റ് ആയിട്ട് വെച്ചിട്ട് ഫോണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമുക്ക് എല്ലാം വാങ്ങി വെച്ച് അതിൻ്റെ പൈസ കളയണ്ട. കാരണം ചില തീമൊക്കെ ഒരു വട്ടമൊക്കെ വന്നാലായി എന്നേ ഉണ്ടാവുള്ളൂ. രണ്ട്, ഇത് മൊത്തം സ്റ്റോർ ചെയ്തും വെക്കണ്ടേ, അപ്പോൾ സ്റ്റോറേജ് ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് യൂഷ്വലി ഞാൻ ഫോണ്ടൻ പരിപാടികളൊക്കെ ചെയ്യാറ്. ഓക്കെ. പിന്നെ അതല്ലാതെ ഇത് ഇത്രയൊക്കെ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഓരോ കേക്കിൻ്റെ ബാക്കിൽ. പക്ഷെ പൊതുവേ ഈ ഹോം ബേക്കേഴ്സ്, നിനക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, നീ ചുമ്മാ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നതാണ് പൊതുവേ കേൾക്കാറുള്ളത്. എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് അതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഫുൾ ഇങ്ങനെ ഇൻസ്റ്റയിലും ഒക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വർക്ക് ചെയ്തിട്ടൊരു ഫോട്ടോ ഒക്കെ ഇട്ടാൽ മതിയായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയും പോരാ, നമ്മൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ്റെ വീഡിയോസ് അതെല്ലാം എഡിറ്റ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഓക്കെ, അവൾ എന്തോന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ പണിയെടുത്താലും പോരാ, അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടായാലും പോരാ, നമ്മൾക്ക് കഴിവുണ്ടെന്ന് നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കുകയും കൂടെ ചെയ്താലേ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോവുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം. എന്നാലും പോട്ടെ, നമ്മളിതൊക്കെ ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞു. ബട്ട് ചില ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നായിരുന്നു. അപ്പം അവരിങ്ങനെ സംസാരിച്ച്, ചിലവരുടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏകദേശം എവിടെ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ അവർക്ക് പൈസ കുറയണം, അവർക്ക് അത്രയേ ഉള്ളൂ ബഡ്ജറ്റ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ അവർക്ക് അത്രയേ ഉള്ളൂ ബഡ്ജറ്റെങ്കിൽ ചില ക്ലയൻസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ബഡ്ജറ്റ് ഇതാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്കും പറയാം ഓക്കെ, ഇതൊക്കെ ആയിട്ട് ചെയ്താൽ നിങ്ങളുടെ ഇതിന് പറ്റുന്ന ഇത് പാക്കേജ് ഇതാണെന്ന് പറയാം. ബട്ട് ചിലവർക്കതല്ല, അവർക്കെല്ലാം വേണം. മറ്റേ ആ മോഹൻലാലിൻ്റെ സിനിമ പോലെ പൂജാമുറിയും മറ്റതും കാർ പാർക്കിങ്ങും എല്ലാം വേണം, പക്ഷേ ഇത്ര രൂപ. അവരുടെ റിക്വയർമെൻറ്റ്സ് കുറയ്ക്കാൻ അവരൊരിക്കലും തയ്യാറല്ല. ബട്ട് ആ പൈസ, അപ്പോൾ ഈ കസ്റ്റമറിന് എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഡർ കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് നിരയായിട്ട് ഓർഡേഴ്സാണ്, ഫുൾ കൊച്ചുങ്ങളാണ് ഈ ഫ്ലാറ്റ് നിറച്ചും. അപ്പോൾ അവരുടെ എല്ലാം ഓർഡേഴ്സ് വരുന്നു. നിങ്ങൾ ഈ പൈസ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതേപോലത്തെ ഒരു 10 പേര് വീണ്ടും വന്നാൽ അതിലും നല്ലത് എനിക്ക് നിങ്ങൾ വരാതിരിക്കുകയാണ്. പിന്നെ അവർ ഈ വഴി വന്നുമില്ല, ആ ഒരു ഓർഡറായിട്ട് ആ വഴി പോയി. നിങ്ങൾക്കുമുണ്ടോ ഇങ്ങനത്തെ നല്ല നല്ല കസ്റ്റമേഴ്സ്?